ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയേജ്. നമ്മുടെ ഇന്നുള്ളത് സുബറുവിന്റെ ക്രോസ് ട്രക്ക് ആണ്. ക്രോസ് ട്രക്ക് സുബറു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര കേൾവി ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ബ്രാൻഡാണ് സുബറു. നമുക്കൊരു വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ സുബറുവിന്റെ BRZ അല്ലെങ്കിൽ WRX ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സുപരിചിതമായിട്ടുള്ള വണ്ടികളായിരിക്കും. പ്രത്യേകിച്ച് കാനഡയുള്ള ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് BRZ എടുക്കണമെന്ന് അല്ലെങ്കിൽ WRX എടുക്കണമെന്ന് നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ എന്തായാലും തീർച്ചയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മോഡലൊക്കെ ആയിരിക്കും WRX അല്ലെങ്കിൽ BRZ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ചെയ്യുന്നത് ഇതിന്റെ ക്രോസ് ട്രക്ക് ആണ്. ക്രോസ് ട്രക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്ത നമ്മുടെ ഇപ്പൊ എന്താ പറയാ ഹോണ്ടേന്റെ HRV അല്ലെങ്കിൽ ടൊയോട്ടോന്റെ ക്രോസ് അല്ലെങ്കിൽ ടൊയോട്ടോന്റെ കൊറോള ക്രോസ്, അങ്ങനത്തെ വണ്ടികളുടെ ഒക്കെ ഒരു കോമ്പറ്റേറ്റർ ആണ് നമ്മുടെ ക്രോസ് ട്രക്ക് വരുന്നത്. ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇതിന് 2 എഞ്ചിൻ ഓപ്ഷൻ ആണ് വരുന്നത്. ഒന്ന് 2 ലിറ്ററിന്റെ ഒരു എഞ്ചിൻ വരുന്നുണ്ട്, അതുപോലെ 2.5 ലിറ്ററിന്റെ ഒരു എഞ്ചിൻ വരുന്നുണ്ട്. ലോവർ സ്പെക്കിലേക്ക് 2 ലിറ്ററും അതുപോലെ ഹയർ സ്പെക്കിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് 2.5 ലിറ്റർ ഒക്കെയാണ് നമുക്ക് ഇതിന് വരുന്നത്. നമുക്ക് എന്തായാലും പറഞ്ഞു കിട്ടാണ്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഹെഡ്ലാം യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു പ്രൊജക്ട് ഹെഡ്ലാം യൂണിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ സുബറുവിന്റെ ബാഡ്ജിങ് ഒക്കെ കാണാൻ പറ്റും. നല്ല നീറ്റ്ലി തന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ സെൻസേഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിന്. നമ്മുടെ ഈ ഗ്രില്ലൊക്കെ ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ട്രീറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഇതിന് വരുന്നത്. അതുപോലെ നമുക്ക് ഇതാണ് ഇതിന്റെ സുബ്രുവിന്റെ നമുക്ക് ലോഗോസ് വരുന്നത്. പിന്നെ താഴോട്ടൊക്കെ ആണെങ്കിൽ ഒരു കാർബൺ ഫിനിഷ് ഒക്കെ പോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു ഫിനിഷ് ഉള്ള ഒരു ലിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. നമ്മൾ ഇതിന്റെ മോഡൽ ഏതാന്ന് പറഞ്ഞില്ലായിരുന്നു. ഇത് 2024 ആണ്, യൂസ്ഡ് ആണ്. പക്ഷെ നമ്മളിത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു യൂസ്ഡ് ആയിട്ട് നമുക്ക് തോന്നത്തേ ഇല്ല. ഇതിന്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്രോസ് ഓവർ SUV-ന്റെ ഒരു എന്താ പറയാ നമ്മളൊരു ഐഡിയൽ ലുക്ക് എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു ലുക്കാണ് ഇതിന്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇനി സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ വീൽ ക്ലാഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കാർബൺ ഫിനിഷ് അല്ല, എന്നാൽ അതിനോട് റിസംബിൾ ചെയ്ത് നിൽക്കുന്ന ഒരു ഫൈബർ ഫിനിഷ് ആണ് നമുക്ക് ഇതിന് വരുന്നത്. അതുപോലെ ടയേഴ്സ് നമുക്ക് വരുന്നത് 225/55R18 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് വരുന്നത്. അതുപോലെ അലോയ് ആണെങ്കിലും പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ ഒരു സ്റ്റീൽ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു വീൽസ് ആണ് ഇതിന് വരുന്നത്, അല്ല അലോയ്സ് ആണ് ഇതിന് വരുന്നത്. അതിനകത്തൊരു സുബറുവിന്റെ ലോഗോ ഒക്കെ ആയിട്ട് ഇവിടെ നല്ല ഡീസന്റ്ലി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് നമുക്കിവിടെ ചെറിയൊരു ഇൻസേർട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്കൊരു എയർ വെന്റ് ഒക്കെ പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസേർട്ടുകളൊക്കെ ഇവിടെ കൊടുത്ത് അത് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മൾ താഴോട്ടൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു എന്താ പറയാ ഒരു വീൽ ആർച്ചിന്റെ ആ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ വണ്ടി മുഴുവൻ റാപ്പ് ചെയ്തേക്കുന്നത് കാണാം. അത് ഈ മൊത്തത്തിലുള്ള ഒരു വണ്ടീന്റെ SUV ക്യാരക്ടേഴ്സിനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പല വണ്ടികളിൽ നമ്മളിപ്പോൾ HRV-യിലാണെങ്കിൽ കൊറോള ക്രോസിലാണെങ്കിൽ ഏത് വണ്ടിയിലാണെങ്കിൽ അങ്ങനെ ഒരു ക്ലാഡിങ് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഈ വണ്ടീന്റെ ഒരു സ്റ്റാൻസിനെ കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് ഇതിന്റെ മിറേഴ്സ് വരുന്നത് ഒരു ഗ്രേ ടോണുള്ള ഒരു മിറേഴ്സ് ആണ് വരുന്നത്. അതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ റിക്വസ്റ്റ് സെൻസേഴ്സ് കൂടിയുള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ് വരുന്നത്. അത് ഡോർ അത് ബോഡി കളേർഡ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു സി ഷേപ്പ് ഉള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. അതിന്റെ നടുക്കൊക്കെ ആയിട്ട് അതിന്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ റിവേഴ്സ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിനിഷ് ഇവിടെയും ഇതിങ്ങനെ മൊത്തത്തിൽ വണ്ടീന്റെ ബാക്കിലോട്ടൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എനിക്ക് ഇതിന്റെ ഒരു ഡിസൈൻ എക്കണോമിക്സിനെക്കാളും എനിക്ക് WRC അല്ലെങ്കിൽ BRZ-ന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബാക്കിൽ നമുക്ക് കാണുമ്പോൾ ഈ ഒരു എലമെന്റ് ഈ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു ഡിസൈൻ എലമെന്റ് ഒക്കെ അതിന്റെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് നമ്മൾ ഈ ഒരു ലൈറ്റ് ബ്രേക്ക് ലാമ്പ് യൂണിറ്റിന്റെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സുബാറുവിന്റെ ലോഗോ കാണാം. അതുപോലെ ഓൾ വീൽ ഡ്രൈവിന്റെ ഒരു ലോഗോ കാണാം. അതുപോലെ സിമെട്രിക്കൽ അങ്ങനെ ഒരു ലോഗോയും കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുകൂടാണ്ട് നമുക്കിവിടെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. സെൻസേഴ്സ് ഇവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്രോസ് ട്രക്ക് എന്ന് ഇവിടെ അതിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് സുബ്രുവിന്റെ ലോഗോ. അഗെയിൻ സുബ്രുവിന്റെ ലോഗോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മേളിലേക്ക് വരുമ്പോഴത്തേനും വൈപ്പർ യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ബാക്കിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിലും നമുക്ക് ആ ഒരു ഹാച്ച് ബാക്ക് ക്രോസ് ഓവറിന്റെ ഒരു ഫീൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ആ ഒരു റൂഫ് ലൈൻ ഇങ്ങനെ താന്നിറങ്ങി വന്ന് എന്നാൽ അത് ഒരു സെഡാനിലേക്ക് എത്താതെ നിൽക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് തോന്നും. നമുക്കിനി എന്തായാലും ഇതിന്റെ ബൂട്ട് നമുക്ക് ഇനി ഓപ്പൺ ആക്കി നോക്കാം.
നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യുന്ന ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നമുക്കിതിപ്പോൾ ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ആക്കുവോ, അത് അല്ലെങ്കിൽ നമുക്ക് ഇത് എടുത്ത് മാറ്റാനൊക്കെ റിമൂവബിൾ ആയിട്ടുള്ള പാർസൽ ട്രേ ആണ് വരുന്നത്. അതുപോലെ ഇവിടെ LED ലൈറ്റ്സ് വരുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു ടോഗിൾ ഇവിടെ ഓൺ ആക്കാനും ഓഫ് ആക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് ഓഫ് ആക്കാനൊക്കെ ഉള്ള ഒരു സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇവിടെ ചെറിയ ഇപ്പൊ ഒരു ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ അവിടെ അതിനൊരു സ്കൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും തൂക്കിയിടാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് സൈഡിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഹുക്ക് പോലെ നമുക്കിപ്പോൾ ചെറിയ സഞ്ചിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തൂക്കിയിടാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് നമുക്ക് ജാക്കി അതിന്റെ ടൂൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു സ്റ്റെപ്നി വീല് വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ടൂൾസ് ഒക്കെ ആണെങ്കിൽ നീറ്റ്ലി ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ സമ്മർ മാറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നീറ്റ്ലി തന്നെ അവിടെ ഇരുന്നോളും. പിന്നെ ഇനി അടച്ചിട്ട് നമുക്ക് അകത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് കയറി നമുക്ക് ഫാനിന്റെ സ്പീഡ് ഇച്ചിരി കുറയ്ക്കാം. പുറത്ത് നല്ല ചൂടാണ്. അങ്ങനെ നമുക്ക് ഇനി എന്തായാലും സൈഡ് ഡോർ പാഡിൽ നിന്ന് തുടങ്ങാം. നമ്മൾ സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ വിൻഡോന്റെ കൺട്രോൾസ് കാണാം. നമുക്ക് അതിനകത്ത് ഫ്രണ്ടിലെ 2 ഗ്ലാസ് നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ചൈൽഡ് ലോക്ക് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ മിററിന്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നുള്ളൊരു ഫീല്. നമുക്ക് ഈ ഒരു മേളിൽ നമുക്കിവിടെ ചെറിയൊരു കാർബൺ ഫിനിഷിൽ നമുക്ക് ഈ ഒരു ഹാൻഡിലിന്റെ തൊട്ട് മേളിലായിട്ട് ഒരു ഫിനിഷ് വരുന്നുണ്ട്. അതിന്റെ തൊട്ട് മേളിലായിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതിന്റെ സൈഡ് ഒരു ലുക്കൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് നമ്മളിതാ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേനും ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും ബോളിംഗ് കൺട്രോൾ അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോൾ അതിന്റെ സ്വിച്ചുകളെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് ഇതിന്റെ താഴെയായിട്ട് നമുക്ക് ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലിന്റെ ബട്ടൺ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അനലോഗ് ആയിട്ടുള്ള ടാക്കോമീറ്ററും അതുപോലെ സ്പീഡോമീറ്ററും ആണ് നമുക്ക് വരുന്നത്. അതിന്റെ നടുക്കായിട്ട് നമുക്ക് ഒരു ഡിജിറ്റൽ ഒരു മീറ്റർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ വണ്ടിക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേനും വെർട്ടിക്കലി ഒരു എന്താ പറയാ നമ്മൾ ഈ വോൾവോയിലൊക്കെ കണ്ടേക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇതിനകത്ത് വരുന്നത്. ആ സ്ക്രീനൊക്കെ ആണെങ്കിലും നല്ല റെസ്പോൺസീവ് ആണ്. അതുപോലെ ഇതിനകത്ത് ക്ലോക്ക് ഡിസ്പ്ലേ വൈഫൈന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ക്ലൈമറ്റ് കൺട്രോളിന്റെ ആണെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്ലൈമറ്റ് കൺട്രോളിന് വേറെ ബട്ടൺസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് തന്നെയാണ് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിപ്പോൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനോ അതോ സിങ്ക് ചെയ്യാനോ അങ്ങനത്തെ ഓട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമുക്കിപ്പോൾ നാവിഗേഷൻ ആണെങ്കിലും അതിന്റെ മാപ്പിന്റെ എന്താ പറയുക അതിന്റെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. NFC നമുക്ക് സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് ഹസാർഡിന്റെ ബട്ടൺ വരുന്നുണ്ട്. വോളിയം കൺട്രോൾ വരുന്നുണ്ട്. ഡീഫ്രോസ്റ്ററിന്റെ ഒക്കെ ആണെങ്കിലും ബട്ടൺസ് നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് പാസഞ്ചർ സൈഡിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഇതുപോലെ നമ്മൾ സ്ക്രീനിലാണ് നമ്മൾ ഇതിന്റെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയായിട്ടുള്ളൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കൺസോൾ ആണ് ഇവിടെ വരുന്നത്. അതിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് എയർ വെൻസ് കാണാം. അതൊക്കെ നല്ല നീറ്റ്ലി തന്നെ അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. ഇവിടെ ട്രിപ്പ് റീസെന്റിന്റെ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിന്റെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഇൻഡക്ഷൻ ചാർജിങ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ ചാർജിങ്ങിന് വരുന്നുണ്ട്. ഇവിടെ അതിന്റെ ഒരു ഓൺ ഓഫിന്റെ ഒരു സ്വിച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ ഇൻഡിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഓക്സിന്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB 3.8ന്റെ ഒരു USB Type-C പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2.4 ഒരു USB Type-Aന്റെ ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് താഴോട്ട് നമുക്ക് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഗിയർ ലിവർ വരുന്നുണ്ട്. അതൊക്കെയാണെങ്കിലും ഒരു ചെറിയൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ഗിയർ ലിവർ ആണ് ഇതിനകത്ത് വരുന്നത്. സെലക്ടർ ആണ് വരുന്നത്. അതിനകത്ത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ മാനുവൽ നമുക്ക് അങ്ങനെ
4 ഓപ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഹീറ്റഡ് സീറ്റ്സ് ബട്ടൺസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡ് ആണെങ്കിലും ഡ്രൈവർ സൈഡ് ആണെങ്കിലും നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു കീ വരുന്നത്. ഇതിനകത്ത് ലോക്ക് ഇതാണ് ഈ ഒരു സുബ്രോന്റെ ഒരു ലോഗോയിലാണ് നമുക്ക് ഇതിന്റെ അൺലോക്ക് വരുന്നത്. അതുപോലെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ, പിന്നെ പാനിക്, ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു കീന്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഇതിന് കീ ഊരാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കീ ഊരി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ടൈപ്പ് ഒരു 12 വോൾട്ടിന്റെ ഒരു സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആംറസ്റ്റിലേക്കൊക്കെ വരുവാണെങ്കിലും മെട്രോ അടിച്ചതിന്റെ ബില്ലാണ്. നമുക്ക് ഇവിടെ ആംറസ്റ്റിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കോയിൻസോ അല്ലെങ്കിൽ ചെറിയ എന്താ പറയാ, നമുക്ക് ഈ ഒരു കീ ഒക്കെ ആണെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ ചെറുതായിട്ടൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി പാസഞ്ചർ സൈഡിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു കാർബൺ ഫിനിഷ് ഉള്ള ഒരു എന്താ പറയുക ഒരു ഡാഷ്ബോർഡാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു ഗ്ലോ ബോക്സ് ഓർക്കുമ്പോൾ ഡീസെന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. വീലോക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ പാസഞ്ചർ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. അതുപോലെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അതിനകത്ത് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു നമ്മൾ ഡ്രൈവർ സൈഡിലൊക്കെ കണ്ട പോലെ ഒരു കാർബൺ ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. റിയർ വ്യൂ മിറേഴ്സ് ആണെങ്കിലും നമുക്ക് ഇവിടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിയർ വ്യൂ മിറേഴ്സ് ആണ് വരുന്നത്. മുകളിലോട്ട് വരുമ്പോൾ SOS ബട്ടൺ, അതിൽ ഇൻഫോർമേഷന്റെ ഡോറിന്റെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നീറ്റ്ലി തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സൺറൂഫ് വരുന്നുണ്ട്. അതിന്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൺവൈസർ ഒക്കെ ആണെങ്കിലും അതിനകത്ത് മിറേഴ്സും ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും ചെറിയ ഇപ്പൊ എന്താ ടിക്കറ്റ്സോ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് വരുവാണെങ്കിൽ പാസഞ്ചർ സൈഡ് ആണെങ്കിലും ഇതിനുള്ള മിറേഴ്സും അതിന് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ നമുക്ക് ഈ ഒരു സൺവൈസറിന് ഇവിടെ വരുന്നുണ്ട്. ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ നല്ല എന്താ പറയാ പാക്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരുപാട് മോഡ്സും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ മോഡ്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടെ സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്ക് മോഡ്സ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്നോ, അതുപോലെ ഡീപ് സ്നോ, മഡ്, ഡേർട്ട്, ഇങ്ങനെ നമുക്ക് 3 ടൈപ്പായിട്ട് നമുക്ക് ഇതിന് ഓപ്ഷൻസ് മോഡ് നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ തന്നെയാണ് അതിന്റെ ഒരു എന്താ പറയാ ഫീച്ചർ കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനി എന്തായാലും സെക്കൻഡ് റോയിൽ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് നല്ല ഡീസെന്റ് ആയിട്ടുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആംറസ്റ്റ് ഉണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നമുക്കിപ്പോ കപ്പ് വെച്ച് ഇപ്പൊ ചെറിയ കപ്പൊക്കെ ആണെങ്കിൽ അതിന് ചെറിയൊരു റബ്ബറിന്റെ ഒരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിലും നല്ല ഹെഡ് റെസ്റ്റ് ആണ് ഇതിന് വരുന്നത്. ഇതിന്റെ ഒരു എന്താ പറയാ, നമുക്ക് ഈ ഒരു സീറ്റ്സിന്റെ ലെതറിന്റെ ഫിനിഷ് ഒക്കെ ആണെങ്കിൽ നല്ല ലെതറിന്റെ ഫിനിഷാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് നല്ല ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കംഫർട്ട് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഈ ലൈറ്റിന്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. 2 സൈഡിലും ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ കോട്ട് ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി സൈഡിൽ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഒരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിട്ടുള്ള ഒരു മേൽഭാഗമാണ് വരുന്നത്. പിന്നെ അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ വിൻഡോ റോൾ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും ടച്ച് ആൻഡ് ഫിനിഷ് ഒക്കെ നന്നായിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു 1/2 ലിറ്ററിന്റെ ഒക്കെ ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു നടുക്കോട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു 2 പവർ സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. ഒരു ടൈപ്പ് സിയും ഒരു ടൈപ്പ് എയും പവർ സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ പാസഞ്ചർ സൈഡിന്റെ ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി ഫാബ്രിക് അല്ല കേട്ടോ, ലെതർ ആയിട്ടുള്ള നല്ലൊരു സീറ്റ്സ് ആണ് ഇതിന് വരുന്നത്. നമ്മുടെ അപ്പർ സൈഡ് ആണെങ്കിലും സെയിം ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. അവിടേക്ക് ഇഷ്ടംപോലെ CRVകൾ നമുക്ക് കിടക്കുന്ന കാണാം. CRV കിടപ്പുണ്ട്, അവിടെ സിവിക്ക് കിടപ്പുണ്ട്. അപ്പോൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ പ്രിസിഷൻ ഹോണ്ട മിസസാഗ നിങ്ങൾ ഇവിടെ വന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ വണ്ടി സെക്കൻഡ് ആണ്. നല്ലൊരു ഡീലിൽ നിങ്ങൾക്ക് അവർ ചെയ്തു തരുന്നതായിരിക്കും. 6.99 ഇൻട്രസ്റ്റിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വണ്ടിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്ത് നോക്കുക. നല്ലൊരു ഡീലിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ യൂസ്ഡ് കാറിലൊക്കെ മാനേജർ എന്ന് പറയുന്നത് ടീച്ചേട്ടനാണ്. പുള്ളീൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ബിയോണ്ട് ദ വോയേജിന്റെ സബ്സ്ക്രൈബർ ആണ്. നല്ലൊരു ഡീലിൽ അവർ ടീച്ചേട്ടൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നേരെ പോരെ. അപ്പൊ അത്രയൊക്കെ തന്നെയാണ്. നമുക്ക് ഇനി എന്തായാലും ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇത് ഡ്രൈവ് ചെയ്യാൻ.
നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു വണ്ടിയാണിത്. സുബ്രുവിന്റെ വണ്ടികൾക്ക് അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഇൻസ്റ്റന്റ് ടോർക്ക് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇൻസ്റ്റന്റ് ടോർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് വണ്ടി കയറി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യും. നമുക്ക് പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ CRV കിടക്കുന്ന കാണാം. എല്ലാം പുതിയ പുതിയ CRV കിടക്കുന്നത്. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നേരെ അവരെ കോൺടാക്ട് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. വണ്ടി ഓടിക്കാൻ, നമ്മുടെ സുബ്രു ഓടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പവറുള്ള, നമുക്ക് ഇൻസ്റ്റന്റ്ലി ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു പവർ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ക്രോസ് ട്രക്കാണിത്. അതേ സമയത്ത് അത്യാവശ്യം നമുക്ക് എക്കണോമിക്കലി നമുക്ക് ഫീസിബിൾ ആയിട്ട് കൊണ്ട് നടക്കാനും പറ്റുന്ന, അതായത് ഒരു ഫാമിലി യൂസിനൊക്കെ പറ്റിയ ഒരു വണ്ടിയും കൂടെയാണ്. അപ്പൊ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല, നമുക്ക് ഈ സുബ്രു ഉണ്ട്, അതല്ലാണ്ട് നമുക്ക് HRV ഉണ്ട്, കൊറോള ക്രോസ് ഉണ്ട്. അങ്ങനെ 3-4 വണ്ടികൾ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ വണ്ടി നോക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ HRV ആണെങ്കിലും CRV ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് പറ്റുന്ന വണ്ടിയാണോ, നിങ്ങളുടെ യൂസിന് പറ്റിയൊരു വണ്ടിയാണോ, എക്കണോമിക്കൽ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്തായാലും കിട്ടും. അപ്പൊ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു.